ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കൊല്ലവർഷം 1200 കുംഭം 17 മുതൽ മീനം 17-ന് അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദിത്യൻ കുംഭം മീനം രാശികളിലായി ചതയം പൂരൂരുട്ടാതി ഉത്രട്ടാതി ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു. മാർച്ച് 1-ാം തീയതി ചന്ദ്രൻ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി മാർച്ച് 31-ാം തീയതി അശ്വതി നക്ഷത്രത്തിൽ എത്തുന്നു. വ്യാഴം ഇടവത്തിൽ രോഹിണി നക്ഷത്രത്തിലും ചൊവ്വ മിഥുനത്തിൽ വക്രഗതിയിൽ പുണർദം നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും രാഹു ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മീനത്തിലും സഞ്ചരിക്കുന്നു. ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിൽ എത്തുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ 2025 മാർച്ച് മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം തുടക്കം പൊതുവെ അനുകൂല ഫലങ്ങളോടെ ആയിരിക്കും. കാര്യതടസ്സങ്ങൾ നീങ്ങും. നേട്ടങ്ങൾ പലതും അനുഭവത്തിലെത്തുന്നതായിരിക്കും. പരസ്യമായും രഹസ്യമായും ഉള്ള ശത്രുക്കളെ പരാജയപ്പെടുത്തും. നിലപാടുകൾക്കും നയങ്ങൾക്കും പ്രവർത്തന രംഗത്ത് വലിയ സ്വീകാര്യത വന്നുചേരും. സാമ്പത്തികമായ ആശങ്കകൾ അകലുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. വ്യാപാര മേഖല പുഷ്ടിപ്പെടുന്നതാണ്. സ്വൈര്യമായ ഗാർഹിക ജീവിതം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിലെ പടലപിണക്കങ്ങൾ അവസാനിക്കും. ഭൂമിയോ വീടോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സുവർണാവസരമാണ്. മാസം 2-ാം പകുതിയോടെ അനാവശ്യ കാര്യങ്ങളിൽ ചിലവ് വന്നേക്കും. സുഹൃത്തുക്കളുടെ സ്വാധീനം ദോഷമായി തീരാതെ നോക്കണം. സ്വന്തം വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. മാർച്ച് 29-ാം തീയതി ശനി മീനൻ രാശിയിലേക്ക് മാറുന്നതോടെ ഇവർക്ക് 7.5 വർഷത്തെ ഏഴര ശനി കാലം ആരംഭിക്കുകയാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല നിലയ്ക്കും വിജയിക്കാനും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനും സാധിക്കും. തടസ്സങ്ങൾ നേരിട്ടാലും അവയെ അനായാസം മറികടക്കുവാൻ കഴിയുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. പാരമ്പര്യ തൊഴിൽ ലാഭകരമാകും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. വ്യവഹാരത്തിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ കഴിയും. 12-ൽ ശുക്രനും രാഹുവും സഞ്ചരിക്കുന്നതിനാൽ ആഡംബര ചിലവുകൾക്ക് സാധ്യതയുണ്ട്. ദുശ്ശീലങ്ങൾക്ക് സ്വയം നിയന്ത്രണം ആവശ്യമാണ്. വ്യയം ദുർവ്യയമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മാർച്ച് 29-ാം തീയതിയിലെ ശനിമാറ്റത്തോടെ ഇവർക്ക് ഇനി ഏഴര ശനിയുടെ കാലമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ വിജയം നേടാൻ കഴിയുന്നതാണ്. തൊട്ടതെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കും. പരാശ്രയം കൂടാതെ സഹജമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. വ്യാപാര വാണിജ്യ മേഖലയിൽ ആദായം വർദ്ധിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങൾ സാധ്യമാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനസ്വാധീനം വർദ്ധിക്കുകയും ഉയർച്ച പ്രതീക്ഷിക്കുകയും ചെയ്യാം. സ്വപ്ന പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞേക്കും. അതിനുവേണ്ട സർക്കാർ അനുമതി ക്ലേശം കൂടാതെ കൈവരുന്നതാണ്. പ്രണയികൾക്ക് ആഹ്ലാദകരമായ അവസരങ്ങൾ വന്നുചേരും. സുഖഭോഗങ്ങൾ ലഭിക്കും. ഇടവക്കൂറുകാർക്ക് ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട്.
രണ്ടാം ഭാവത്തിൽ ചൊവ്വ തുടരുന്നതിനാൽ വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. മേടക്കൂറുകാർ ആഡംബര ചെലവുകൾ വർദ്ധിക്കും. ഇടവക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം ഭാവിയിൽ വളരെ നേട്ടങ്ങൾ സമ്മാനിക്കുമ്പോൾ മേടക്കൂറുകാർക്ക് 7 ശനിയുടെ കാലമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും. പുരോഗതിക്കുള്ള ആലോചനകളിൽ മുഴുകുന്നതിനാവും. പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. അർഹതയ്ക്ക് ഉപരിയായി തൊഴിൽ ലഭിക്കുവാൻ ഇടയുണ്ട്. ഗവേഷണ രംഗത്തുള്ളവർക്ക് അത് പൂർത്തിയാക്കുവാൻ സാധിക്കും. സാങ്കേതിക പരിജ്ഞാനം കൈവരിക്കുന്നതാണ്. 11ാം ഭാവത്തിലെ രാഹു ശുക്രസ്ഥിതി ഭൗതിക നേട്ടങ്ങൾക്ക് കാരണമാകും. പ്രണയികൾക്ക് ഹൃദയബന്ധം സുദൃഢമാകുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാം. നേർവഴികളിലൂടെയും അല്ലാതെയും ധനം വന്നുചേരും. വീടുപണി പൂർത്തിയാക്കുവാൻ സാധിക്കും. വില കൂടിയ വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും. ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് ആയതിനാൽ വാഹനം, വൈദ്യുതി, യന്ത്രം എന്നിവയുടെ ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. മാർച്ച് മാസത്തിലെ ശനിയുടെ രാശിമാറ്റത്തോടെ ഇവർക്ക് കണ്ടകശനി അവസാനിക്കുകയും ഏറെ അനുകൂലമായ ലാഭസ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ വേണം. ധനപരമായി ജാഗ്രത പുലർത്തണം. കഴിവുകൾ നല്ല കാര്യങ്ങൾക്കാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. വീട്ടിലെ സാഹചര്യം സമ്മിശ്രമായിരിക്കും. സഹോദരങ്ങൾക്കിടയിൽ ഐക്യം കുറയും. ജോലി തേടുന്നവർക്ക് താൽക്കാലികമായ വരുമാനം ലഭിച്ചേക്കും. കൂട്ടു ബിസിനസ്സിൽ സംതൃപ്തി കുറയും. വാടക കെട്ടിടം ഒഴിയാൻ തീരുമാനിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ തേടിയെത്തും. പുരസ്കാരം പ്രതീക്ഷിക്കാം. വിനോദയാത്രകളിൽ പങ്കെടുക്കും. സ്ത്രീ സൗഹൃദം ചിലപ്പോൾ പ്രണയത്തിൽ എത്തിയേക്കും. ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുവാൻ കഴിയും. സഹപ്രവർത്തകരുടെ വാക്കുകൾ വിഷമിപ്പിക്കും. വാഹനം വാങ്ങുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരുന്നതാണ്. മാസം അവസാനം ഇടവക്കൂറുകാർക്ക് കണ്ടകശനി അവസാനിക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നു. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്ഥിര വരുമാനമുള്ള ജോലിക്കായി നടത്തിക്കൊണ്ടിരുന്ന പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നീങ്ങും. നക്ഷത്രാധിപനായ രാഹു ശുക്രനുമായി യോഗം ചെയ്യുന്നതിനാൽ സൗഹൃദം പുഷ്ടിപ്പെടും. മിത്രങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ കരഗതമാകുന്നതാണ്. കടബാധ്യതകൾ ഭാഗികമായിട്ടെങ്കിലും പരിഹരിക്കാൻ കഴിയും. അവിവാഹിതർക്ക് വിവാഹയോഗം തെളിയും. ദൂരയാത്രകൾക്കായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ജന്മരാശിയിൽ ചൊവ്വായും 4ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ വാഹനം വാങ്ങാനുള്ള തീരുമാനം നീട്ടിവെച്ചേക്കും. സാമ്പത്തിക ഇടപാടുകളിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട്. ബന്ധുക്കൾ മുഖേന ചില സൂര്യക്കേടുകൾ വരുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനം മനസ്സമാധാനം നൽകുന്നതായിരിക്കും. മാർച്ച് അവസാനം ശനി മീനൻ രാശിയിലേക്ക് മാറുന്നതോടെ ഇവർക്ക് ഇനി 2.5 വർഷത്തെ കണ്ടകശനിയുടെ കാലമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്കും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലി ലഭിക്കുന്നതായിരിക്കും. സ്വയം തൊഴിൽ മേഖലയിലും ദോഷമില്ലാത്ത സ്ഥിതി ആയിരിക്കും. ഒപ്പമുള്ളവരെ വിശ്വാസത്തിലെടുക്കും. നിലവിലുള്ള ജോലിയിൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കുമെങ്കിലും അതിനുള്ള സാധ്യത വിരളമാണ്. സന്താനങ്ങളുടെ ശ്രേയസ്സിൽ സംതൃപ്തി ഉണ്ടാകും. പൂർവിക സ്വത്ത് വിൽക്കാൻ ശ്രമിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വ്യക്തത ഉണ്ടാകും. മത്സരാധിഷ്ഠിത കരാറുകളിൽ നിന്നും പിന്മാറിയേക്കും. മകളോടൊപ്പം അന്യദേശത്ത് താമസിക്കേണ്ട കുടുംബ സാഹചര്യം ഉദയം ചെയ്യും. ആത്മീയ കാര്യങ്ങളിലും തീർത്ഥാടനങ്ങളിലും വിജയിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കരുതൽ അനിവാര്യമാണ്. മാർച്ച് അവസാനത്തോടെ കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമശനിയുടെ ദോഷങ്ങൾ അവസാനിക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നു.
പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ അധ്വാനം ആവശ്യമായി വരും. ജോലിയുടെ നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് കാത്തിരിപ്പ് അല്പം കൂടി നീണ്ടുപോയേക്കും. സ്വയം തൊഴിൽ മേഖലയിലും കരാർ പണികളിലും സാമാന്യമായ ലാഭം വന്നുചേരുന്നതാണ്. നേർവഴി കൊണ്ട് കാര്യമില്ലെന്ന് നിരാശ തോന്നും. ക്ഷമ ആവശ്യമായ കാലഘട്ടമാണ്. കിട്ടാനുള്ള സാമ്പത്തികം ഭാഗികമായി ലഭിച്ചേക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ഉണ്ടാകണം. പുത്രിയുടെ വിവാഹം ഉറപ്പിക്കുവാനാകും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. സ്വന്തക്കാരെ സാമ്പത്തികമായി സഹായിക്കേണ്ട സാഹചര്യം വരുന്നതാണ്. മാർച്ച് അവസാനം ശനി രാശി മാറുന്നതോടെ ഇവർക്ക് അഷ്ടമശനിയുടെ ദോഷം അവസാനിക്കുകയാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ നേർഗതിയിൽ തുടരുന്നതിനാൽ സാമ്പത്തികമായി സ്വയം പര്യാപ്തത വന്നുചേരുന്നതാണ്. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഒട്ടൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഫലമാകുവാൻ വൈകുന്നതാണ്. മനസ്സിന് ഉന്മേഷം തരുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ ആകും. പതിവിലും കൂടുതൽ സഞ്ചരിക്കേണ്ടതായി വന്നേക്കാം. വീട് വിട്ട് നിൽക്കുന്നവർക്ക് മടങ്ങിയെത്താൻ താമസം നേരിടും. പ്രണയികൾക്ക് തടസ്സങ്ങളെ മറികടക്കാനാവും. റിയൽ എസ്റ്റേറ്റ് മേഖല ഗുണകരമായേക്കില്ല. വ്യവഹാര സാധ്യതകൾ ഒഴിവാക്കേണ്ടതാണ്. ഗുരുജനങ്ങളെ സന്ദർശിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. സഹോദര ബന്ധത്തിൽ വിള്ളലുണ്ടാകാൻ ഇടയുണ്ട്. മാർച്ച് അവസാനം നടക്കുന്ന ശനിയുടെ രാശിമാറ്റത്തോടെ ഇവർക്ക് അഷ്ടമശനിയുടെ ദോഷം അവസാനിക്കുന്നതാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിജയം സാധ്യമാകുവാൻ നിരന്തര പരിശ്രമങ്ങൾ വേണ്ടിവരും. നേട്ടങ്ങൾക്ക് കുറുക്കുവഴിയില്ലെന്ന് ബോധ്യമാകും. ഒപ്പമുള്ളവരെ വിമർശിച്ചേക്കും. എന്നാൽ സ്വയം തിരുത്തലുകൾക്ക് സന്നദ്ധതയുണ്ടാകണം. സുഹൃത്തുക്കളിൽ നിന്നും ആവശ്യപ്പെട്ട സാമ്പത്തിക സഹായം ലഭിച്ചേക്കും. കൂട്ടു ബിസിനസ്സിൽ പുനരാലോചന ഉണ്ടാകും. ബിസിനസ്സിൽ വിപുലീകരണം ആഗ്രഹിക്കും. വ്യക്തിപരവും ഔദ്യോഗികമായിട്ടുള്ള യാത്രകൾ നിരന്തരം ഉണ്ടാകും. ഉദ്യമങ്ങൾ ഭാഗികമായി ഫലവത്താകും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ പഠനത്തിലും കൂട്ടുകെട്ടിലും നിരീക്ഷണം ആവശ്യമാണ്. തന്ത്രപ്പാടുകൾക്കിടയിലും സ്വന്തം മാനസികവും ശാരീരികവുമായ ആരോഗ്യ പരിപാലനം പ്രധാനമാണെന്ന് ഓർമ്മ വേണം. മാസം അവസാനത്തോടെ ഇവർക്ക് കണ്ടകശനി അവസാനിച്ച് അഷ്ടമശനി ആരംഭിക്കുന്നു. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിപ്രഭാവം ഉയരുന്നതാണ്. പ്രവർത്തന മികവ് സമൂഹത്തിൻ്റെ ആദരവ് നേടും. ധനപരമായ ക്ലേശങ്ങൾ അനുഭവപ്പെട്ടാലും അവയെ മറികടക്കുവാൻ കഴിയും. പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിയുന്നതാണ്. ഗൃഹനിർമ്മാണം പുനരാരംഭിച്ചേക്കും. വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്വന്തമാക്കും. റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാനാകും. പങ്കാളിത്ത ബിസിനസ്സിൽ വേണ്ടത്ര ലാഭം ലഭിക്കണമെന്നില്ല. പഠനത്തിനോ തൊഴിലിനോ വിദേശയാത്രയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. വീട്ടുകാര്യങ്ങളിൽ താല്പര്യം കുറയും. കടമകൾ മറക്കരുത് എന്ന് ആരെങ്കിലും ഉപദേശിച്ചേക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഇവർക്കും കണ്ടകശനി അവസാനിച്ച് അഷ്ടമശനി ആരംഭിക്കുന്നു. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് ഉന്മേഷഭരിതമാകും. സാഹചര്യങ്ങൾ അല്പാൽപമായി അനുകൂലമാകുന്നതാണ്. കാര്യതടസ്സങ്ങൾ മാറി കാര്യസാധ്യം വേഗത്തിലാകും. യുവാക്കൾ സമൂഹത്തിൻ്റെ മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരാൻ തയ്യാറാകും. ബന്ധുക്കളുമായുള്ള സ്വത്ത് തർക്കത്തിൽ പരിഹാരം തെളിയുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സാഹചര്യം അനുകൂലമായി വന്നേക്കും. പൈതൃക സ്വത്ത് അനുഭവയോഗ്യമാകും. സുഹൃത്തുക്കളുടെ പ്രശ്നപരിഹാരത്തിന് മുന്നിൽ നിൽക്കുന്നതായിരിക്കും. വീട് വിട്ടു പോയവർക്ക് തിരികെ എത്താൻ സാഹചര്യം ഒരുങ്ങുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ അലോരസങ്ങൾ അവസാനിക്കും.
പണമിടപാടുകളിൽ സൂക്ഷ്മതയുണ്ടാകണം. ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനി അവസാനിക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നു. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ഉണർവുണ്ടാകും. പ്രധാന കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയും. ഭാഗ്യപുഷ്ടിയുള്ള കാലമായതുകൊണ്ട് കർമ്മത്തിൽ വിജയിക്കുവാനാകും. സാമ്പത്തിക ഞെരുക്കം മറികടക്കുന്നതാണ്. പ്രണയികൾക്ക് ഹൃദയബന്ധം സുദൃഢമാകുന്നതാണ്. കർമ്മരംഗത്തെ പ്രയത്നങ്ങൾ സഫലമാകും. പിണങ്ങി നിൽക്കുന്നവർ ഇണക്കത്തിലാകും. സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയമായും ഗുണപരമായ കാലഘട്ടമാണ്. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നും ആദായം വന്നെത്തും. കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുവാൻ കഴിയും. മാസം അവസാനത്തോടെ കണ്ടകശനി ആരംഭിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതാണ്. എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറാൻ കഴിയും. ആത്മവിശ്വാസം അമിതവിശ്വാസമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥർക്ക് വലിയ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. മുതൽ മുടക്കുള്ള മേഖലകളിൽ നിന്നും ലാഭം ലഭിച്ചു തുടങ്ങും. സന്താനങ്ങളുടെ പഠനകാര്യത്തിലും കൂട്ടുകെട്ടിലും ശ്രദ്ധയുണ്ടാവണം. 2 സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്ന ദമ്പതിമാർക്ക് ഒരു സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിച്ചേക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം നീണ്ടുപോകും. മത്സരാധിഷ്ഠിതമായ കരാറുകളിൽ വിജയിക്കുന്നതാണ്. വീട് പണിക്കായി സാമ്പത്തികം സ്വരൂപിക്കാൻ പരിശ്രമിക്കും. കന്നിക്കൂറുകാർക്ക് കണ്ടകശനി ആരംഭിക്കുമ്പോൾ തുലാക്കൂറുകാർക്ക് ശനി ഇഷ്ടഭാവത്തിലേക്കാണ് മാറുന്നത്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായ പ്രവർത്തന ശൈലിയും ആർജവും സമൂഹത്തിൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും തുടർച്ചയായ ശ്രമം നടത്തുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനാകും. പങ്കാളിത്ത ബിസിനസ്സിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. 6-ാം ഭാവത്തിലെ ശുക്രൻ സ്ത്രീകളിൽ നിന്നുമുള്ള ശത്രുത സൃഷ്ടിച്ചേക്കും. രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലവത്താകുന്നതാണ്. ഭൂമി വ്യാപാരത്തിൽ ആദായം ഉണ്ടാകും. പ്രണയികൾക്ക് മനക്ലേശം അനുഭവപ്പെടും. ദാമ്പത്യത്തിൽ അനുരഞ്ജനം അനിവാര്യമാണ്. മാസം അവസാനത്തോടെ ശനിയുടെ മാറ്റം അനുകൂല ഭാവത്തിലേക്കായതിനാൽ ശനിദോഷങ്ങൾക്ക് പരിഹാരമാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൻ്റെ സ്വാഭാവികഗതി തുടരുന്നതാണ്. പ്രവർത്തന രംഗത്ത് ഉയർച്ചയും താഴ്ചയും ആവർത്തിച്ചേക്കും. എന്നാൽ മാനസിക ശക്തി കരുത്തു പകരും. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച് പുതിയ ജോലി തേടുന്നത് ചിലപ്പോൾ ദോഷകരമാകും. ജീവിത പങ്കാളി നടത്തുന്ന ഓൺലൈൻ വ്യാപാരം മെച്ചപ്പെടുന്നതാണ്. പൈതൃക സ്വത്ത് മകളുടെ വിവാഹത്തിനായി വിൽക്കാൻ തീരുമാനിച്ചേക്കും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ ക്ലേശിക്കുന്നതാണ്. നല്ല അവസരങ്ങളും അംഗീകാരവും ലഭിക്കും. ക്ഷേത്രോത്സവാദികളുടെ നടത്തിപ്പിന് സമയം കണ്ടെത്തുന്നതാണ്. വിദേശത്തുള്ള ബന്ധുവോ സുഹൃത്തോ ധനപരമായി സഹായിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പരിശോധനയിൽ അലംഭാവം പാടില്ല. തുലാക്കൂറുകാർക്ക് ശനി അനുകൂലമാകുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനിയുടെ ദോഷങ്ങൾ അകലുന്നു. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യം നേടാൻ ആവർത്തിത ശ്രമം ആവശ്യമായി വരും. അധ്വാനഭാരം ചിലപ്പോൾ മടുപ്പുളവാക്കുന്നതായിരിക്കും. ഔദ്യോഗിക യാത്രകൾ കൂടുന്നതാണ്. ശാരീരിക ക്ഷീണത്തിന് സാധ്യതയുണ്ട്. ഏജൻസി കമ്മീഷൻ മേഖല ലാഭകരമാകും. ചെറുകിട വ്യാപാരികൾക്ക് ലാഭം വർദ്ധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതനം വർദ്ധിക്കാൻ ഇടയുണ്ട്. ബിസിനസ് വിപുലീകരണത്തിന് ചില സഹായ വഴികൾ തെളിയും. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കരുതലോടെ വേണം. ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വാഹനമോ വീടോ മോടി പിടിപ്പിക്കും. പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങിയേക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉത്സാഹം വർദ്ധിക്കും. വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്ത് രാജിയായേക്കും. മാസം അവസാനത്തോടെ കണ്ടകശനിയുടെ ദോഷങ്ങൾ അവസാനിക്കുന്നു.
തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗം മികവുറ്റതാകും. സഹജമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ വന്നുചേരും. സാമൂഹ്യ മേഖലയിൽ നീതിബോധവും സഹാനുഭൂതിയും കൈവിടില്ല. സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മേലധികാരികളുടെ വിരോധത്തിന് കാരണമായേക്കും. വ്യാഴവും ശുക്രനും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങളും അർഹമായ പുരസ്കാരങ്ങളും ലഭിക്കാൻ ഇടയുണ്ട്. കുടുംബത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഊർജം പകരുന്നതാണ്. അന്യദേശത്ത് പഠനത്തിനോ തൊഴിലിനോ സാധ്യതയുണ്ട്. സിമ്പോസിയങ്ങളിലോ സമ്മേളനങ്ങളിലോ പങ്കെടുക്കാൻ അവസരം വന്നുചേരും. ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കിയാൽ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തണം. സാഹസകർമ്മങ്ങൾക്ക് ഉദ്യമിക്കരുത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ശനിയുടെ മാറ്റത്തോടെ കണ്ടകശനിയുടെ ദോഷം അകലുന്നതാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ 2 മാസങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. കാര്യസാധ്യത്തിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല. ലഘു പ്രയത്നം കൊണ്ട് തന്നെ അർഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. എതിർചേരിയിൽ നിന്നവർ പോലും ചിലപ്പോൾ സഹായിച്ചേക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ യഥാസമയം ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ബാങ്കിൽ നിന്നും വായ്പ നേടാനാകും. സ്വയം തൊഴിൽ മേഖല കഷ്ടതകൾ ഒഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ്. സംഘടനകളിലും ഉത്സവ കമ്മിറ്റികളിലും പൂർവാധികം ശക്തമായി പ്രവർത്തിക്കും. ഗൃഹനിർമ്മാണത്തിന് ധനം സമാഹരിക്കാൻ സാധിക്കുന്നതാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വ തുടരുന്നതിനാൽ ദാമ്പത്യത്തിൽ അനൈക്യം കടന്നുവരാം. പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമവും വിട്ടുവീഴ്ചയും വേണ്ടിവരും. ശനിയുടെ മാറ്റത്തോടെ ഇവർക്ക് കണ്ടകശനിയുടെ കാലമാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ കാര്യങ്ങളുടെ ഏകോപനം ഏറ്റെടുക്കേണ്ടി വരും. അവയ്ക്കായി ധാരാളം സമയവും ഊർജവും ചെലവഴിക്കപ്പെടും. ആത്മാർത്ഥത മറ്റുള്ളവർ തിരിച്ചറിയുന്നതാണ്. ഔദ്യോഗികമായി വളർച്ചയുണ്ടാകുന്ന കാലമാണ്. വ്യാപാര രംഗത്ത് മുരടിപ്പ് മാറിയേക്കും. വ്യവസായ രംഗം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ ആശ്വാസമേകും. സ്ത്രീ സൗഹൃദങ്ങളുടെ നേട്ടം ഉണ്ടാകും. ഗാർഹികമായ പൊരുത്തക്കേടുകളോട് പൊരുത്തപ്പെട്ട് മുന്നേറാൻ സാധിച്ചേക്കും. രാഷ്ട്രീയ പ്രവർത്തകർ കൂടുതൽ ജനകീയരാകും. ഏത് തൊഴിലിലും ആത്മവിശ്വാസം ലഭിക്കും. സന്താനങ്ങളുടെ ഭാവി കാര്യത്തിൽ നല്ല സൂചനകൾ വന്നെത്തും. ധനപരമായ ഞെരുക്കത്തിന് അയവുണ്ടാകും. ശനി 4-ാം ഭാവത്തിലേക്ക് മാറുന്നത് കണ്ടകശനിക്ക് തുടക്കമാകും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് മെച്ചപ്പെട്ട ഫലങ്ങളും മകരക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളും വന്നു ചേരുന്നതാണ്. നക്ഷത്രാധിപനായ സൂര്യൻ ശനിയും ബുധനുമായി യോഗം വരുന്നതിനാൽ കൂട്ടുകെട്ടുകൾ വർദ്ധിക്കും. പ്രവർത്തന മേഖല വിശാലമായേക്കും. പ്രതികൂല ശക്തികളെ പ്രതിരോധിക്കാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. മേലുദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശം ലഭിക്കും. സഹപ്രവർത്തകർ വേണ്ടത്ര സഹകരിച്ചേക്കില്ല. സംരംഭങ്ങളിൽ മുതൽ മുടക്കും മുൻപ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കും. ചില ദുശ്ശീലങ്ങൾ വെടിയാൻ തയ്യാറായേക്കും. കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി അനുഭവപ്പെടും. ആഗ്രഹിച്ചിരുന്ന വസ്തുക്കൾ സ്വന്തമാക്കും. മാസം അവസാനത്തോടെ ധനുക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ കണ്ടകശനി ആരംഭിക്കുമ്പോൾ മകരക്കൂറുകാർക്ക് ശനി ഏറ്റവും അനുകൂലമായ 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് അലച്ചിലുണ്ടാകില്ല. പ്രയത്നങ്ങൾ അംഗീകരിക്കപ്പെടും. ബുധൻ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പഠനത്തിൽ വിജയം സുനിശ്ചിതമാണ്. ബന്ധുക്കളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കും. പ്രഭാഷകർക്കും പ്രാസംഗികർക്കും വാക്കുകൾ ജനശ്രദ്ധ നേടുകയും ശ്രോതാക്കളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. 3-ാം ഭാവത്തിലെ രാഹു ശുക്ര യോഗം മൂലം സഹോദരങ്ങൾക്ക് അഭ്യുദയം പ്രതീക്ഷിക്കാം. 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. സൽക്കർമ്മങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. 6-ൽ കുജൻ തുടരുന്നതിനാൽ ശത്രുവിജയത്തിന് കളമൊരുങ്ങും. ഭൂമി വ്യാപാരത്തിൽ കരുതിയതിലധികം ലാഭം ലഭിച്ചേക്കും. റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും.
ഉദ്യമങ്ങൾ ആദായകരമാകും. ആലോചനക്കുറവ് മൂലം കാര്യതടസ്സവും ആരോഗ്യ പ്രശ്നങ്ങളും സംബന്ധിച്ച് ജാഗ്രത വേണം. മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് മാറുന്നതോടെ ഏഴര ശനി അവസാനിച്ച് ശനി അനുകൂല ഭാവത്തിൽ ആകുന്നു. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങൾ ഒരുപോലെ അനുഭവത്തിൽ വരുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ വിപുലീകരണത്തിനുള്ള ശ്രമം വിജയിക്കും. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക ലാഭം വന്നുചേരുന്നതാണ്. വാടക വീട് മാറേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ശത്രുക്കളുടെ പ്രവർത്തനം വിഷമിപ്പിക്കുന്നതാണ്. ഓൺലൈൻ വിനോദങ്ങളിൽ ധനനഷ്ടം വരാൻ ഇടയുണ്ട്. കുടുംബജീവിതത്തിലെ അസംതൃപ്തികൾ മനോവിഷമത്തിന് കാരണമാകും. സാമ്പത്തികമായി അത്ര മോശം സമയം ആയിരിക്കില്ല. കിട്ടാനുള്ള പണം കുറേയൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. മാർച്ച് അവസാനത്തോടെ മകരക്കൂറുകാർക്ക് ഏഴര ശനി അവസാനിക്കുമ്പോൾ കുംഭക്കൂറുകാർക്ക് ഏഴര ശനിക്ക് തുടക്കമാകുന്നു. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാലം അനുകൂലമല്ലെന്ന ഓർമ്മ വേണം. സാഹസങ്ങൾക്ക് മുതിരുന്നത് ഉചിതമല്ല. പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ പുനരാലോചന വേണ്ടിവരും. രോഗഗ്രസ്തർക്ക് ചികിത്സയിൽ മാറ്റം ആവശ്യമായി വരും. നിർബന്ധശീലം ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. വരുമാനത്തിൽ കുറവ് സംഭവിക്കില്ല. സാമ്പത്തികമായി കാര്യങ്ങൾ മോശമാകില്ല. ന്യായമായ ചിലവുകൾക്ക് മുടക്കം സംഭവിക്കില്ല. കുടുംബത്തിനും പിന്തുണ കരുത്തു പകരും. കുടുംബത്തിലെ മുതിർന്നവരുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. യുവജനങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്നത് ദൂരസ്ഥലത്തായിരിക്കും. ഏഴര ശനി തുടരുന്നുണ്ടെങ്കിലും ജന്മരാശിയിൽ നിന്ന് ശനി മാറുന്നത് ഗുണകരമാകും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ചെറിയ കാര്യങ്ങൾ പോലും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ചില കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അതിന് കഴിഞ്ഞേക്കില്ല. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശ സർവകലാശാലകളിൽ അവസരം ലഭിക്കും. താങ്ങും തണലുമായി കുടുംബം എപ്പോഴും ഒപ്പമുണ്ടാകും. സ്വയം തൊഴിൽ മേഖലയിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അർഹതയുണ്ടായിട്ടും പ്രൊമോഷൻ ലഭിക്കാത്തതിൽ വിഷമിക്കും. പൊതുപ്രവർത്തകർ ജനകീയ പിന്തുണയ്ക്കുള്ള ശ്രമം ആരംഭിക്കുന്നതാണ്. സമാന ചിന്താഗതിക്കാരുടെ യോഗം വിളിക്കാൻ മുന്നിട്ടിറങ്ങും. ഇവർക്ക് ഏഴര ശനി തുടരുന്നു. കുംഭക്കൂറുകാർക്ക് ജന്മരാശിയിൽ നിന്നും ശനി മാറുമ്പോൾ മീനക്കൂറുകാർക്ക് ജന്മരാശിയിലേക്ക് ശനി പകരുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹുവും ശുക്രനും ജന്മനക്ഷത്രത്തിൽ യോഗം ചെയ്യുന്നതിനാൽ പിരിമുറുക്കവും അവയ്ക്ക് അയവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും. സ്വന്തം കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. പതിവിലും കൂടുതൽ യാത്രകൾ ഉണ്ടായേക്കും. ശാരീരിക ക്ലേശത്തിനും സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വൈകും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ജന്മരാശിയിൽ ശുക്രൻ്റെ സാന്നിധ്യം മൂലം തടസ്സങ്ങളെ അവഗണിച്ച് പ്രണയത്തിൽ ഉറച്ചു നിൽക്കും. ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങിയേക്കും. സുഹൃത്തുക്കളുടെ നിലപാടുകൾ വിഷമിപ്പിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കൂടിയും കുറഞ്ഞുമിരിക്കും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. ഏഴര ശനി തുടരുന്ന ഇവർക്ക് ശനിയുടെ മാറ്റം ജന്മരാശിയിലേക്കാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം നവീകരിക്കാൻ സന്നദ്ധതയുണ്ടാകും. ശുക്രൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. ചില അനിഷ്ടങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. വേണ്ടപ്പെട്ടവർ തെറ്റിദ്ധരിച്ചേക്കാം. സ്വത്ത് സംബന്ധിച്ച പ്രശ്നങ്ങൾ വ്യവഹാരത്തിൽ കലാശിക്കും. അക്കാര്യത്തിൽ ജാഗ്രതയുണ്ടാകണം. ഔദ്യോഗിക മേഖലയിൽ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. പതിവായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ മുടക്കരുത്. ഏഴര ശനി തുടരുന്ന ഇവർക്കും ശനിയുടെ മാറ്റം ജന്മരാശിയിലേക്കാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.